അയ്യോ എൻ്റെ മാമ്പഴ പുളിശ്ശേരി. അയ്യോ അതൊക്കെ ഇതേപോലെ തന്നെയാണ്. ഞാൻ തിന്നുമ്പോൾ എന്താണാവോ. ആണോ? ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ അതാ എൻ്റെ വീട്ടിലാണുള്ളത് കൊണ്ടുപോയിട്ട്. അപ്പം ഇന്ന് വീഡിയോ ചെയ്യുന്ന കാരണം എല്ലാവർക്കും അറിയാം, എൻ്റെ മറ്റേ തമിഴിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും, നമ്മൾ ഇന്ന് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ പോവുകയാണ്. എൻ്റെ അമ്മേൻ്റെ ഇവിടെ ഞങ്ങൾക്ക് പൊതുവേ മാങ്ങ അങ്ങനത്തെ സംഭവമില്ല. നമ്മൾ കടയിൽ നിന്ന് കൊണ്ടുവരണേ ഉള്ളൂ. അല്ലാതെ വീട്ടിലിവിടെ മരങ്ങളൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് വണ്ടി പോകണ റോഡ് എടുത്തായതുകൊണ്ട് വണ്ടി പോകണ സൗണ്ടാവും. എല്ലാവരും അത് ഒഴിവാക്കുക. അപ്പം എന്തെങ്കിലും ടോപ്പിക് എന്തെങ്കിലും മറന്നു. ഓക്കെ, മാങ്ങ ഉണ്ടാവലില്ല. അപ്പം ഇന്ന് അമ്മായിക്കാനോട് നല്ല പഴുത്ത ഏതാ കോമാങ്ങ പഞ്ചാരങ്ങ ഏതാ മാങ്ങ അറിയില്ല. അപ്പം മാങ്ങ കൊണ്ടുവന്നിന്. അപ്പം ഞാൻ വിചാരിച്ചു, അങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ റീല് കാണലുണ്ട് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നത്. ഞാൻ ഇന്നേ വരെ മാമ്പഴ പുളിശ്ശേരി ട്രൈ ചെയ്തിട്ടില്ല. ഐ മീൻ ഞങ്ങളെ വീട്ടിൽ അങ്ങനെ ഉണ്ടാക്കലില്ല പൊതുവേ. ഇതുവരെ ഉണ്ടാക്കലില്ല എന്നല്ല, ഉണ്ടാക്കിയിട്ടില്ല. ഉണ്ടാക്കിയിട്ടില്ല. അപ്പം എനിക്ക് തിന്നണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടും ഇവിടെ മാങ്ങ ഉള്ളത് കൊണ്ടും നമുക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം. അപ്പം അതിനുള്ള സാധനങ്ങളൊക്കെ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും വേണ്ട. ഒരു സാധനം ശർക്കര അതില്ല, അത് വാങ്ങണം. അപ്പം അത് വാങ്ങാം. അപ്പം എന്താ ഓക്കെ, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഓക്കെ, വീഡിയോയിലേക്ക് വെക്കാം. അപ്പം ഇതാണ് നമ്മളെ മാമ്പഴ പുളിശ്ശേരിക്കുള്ള മാങ്ങ. ഇത് ഏത് മാങ്ങ എനിക്കറിയില്ല, കോമാങ്ങയാണ് തോന്നുന്നു കണ്ടിട്ട് കേട്ടോ. ഏതറിയില്ല. ഇതിന് നല്ല പഴുപ്പുണ്ട് തോന്നുന്നുണ്ട്. അപ്പം നമുക്ക് ആദ്യം ഇത് കഴുകി വൃത്തിയാക്കാം. ഞാൻ 4 എടുത്തിട്ടുള്ളൂ കേട്ടോ, കാരണം നമുക്ക് ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കിയല്ലേ, എങ്ങനെ ഉണ്ടാകുമെന്ന് അറിയില്ല. അപ്പം 4 ഇത് ആദ്യം ഇത്ര ഒരു 4 ഉണ്ടാക്കി പരീക്ഷിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇനിയും കുറേ ഉണ്ടാക്കാമല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ തൽക്കാലത്തിന് 4 എടുത്തിട്ട് പരീക്ഷിക്കുന്നുള്ളൂ. എൻ്റെ ആദ്യത്തെ മറ്റേ മാമ്പഴ പുളിശ്ശേരിയാണ്. അതുകൊണ്ട് അത് റെഡി ആകുമോ അല്ലെങ്കിൽ കുളമാകുമോ നമുക്ക് നോക്കാം. അപ്പം നമ്മളെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാനുള്ള മാങ്ങ, ശർക്കര, തേങ്ങ, ഇത് 3ആണ് കാര്യമായിട്ട് വേണ്ടത്. അപ്പം നമുക്കിനി ആദ്യം മാങ്ങ തോല് പൊളിക്കാം. നമ്മളെ മാങ്ങ 4 നമ്മൾ ഇവിടെ വെച്ചതിന് ശർക്കര ഉണ്ട്. നമുക്ക് നമ്മളെ തേങ്ങ പൊട്ടിക്കാം. എന്നിട്ട് അത് നമുക്ക് തേങ്ങ പൊട്ടിച്ച് ചിരവാം. നമുക്ക് നമ്മളെ മാമ്പഴ പുളിശ്ശേരിക്കുള്ള തേങ്ങ നമ്മൾ അരക്കുകയാണ്. ഞാൻ തേങ്ങ ഇങ്ങനെ ചെറുതാക്കിയൂടെ തേങ്ങ അതങ്ങനെ ചെറുതാക്കിയെന്ന് പൊടി. മുളക് ഉണ്ട്. ഞാൻ അതിലേക്ക് കുറച്ച് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും പിന്നെ ഞാൻ ഒരു നുള്ള് ചെറിയ ജീരകം ഇട്ടിട്ടുണ്ട്. നമുക്കിത് നല്ലോണം അരച്ചെടുക്കാം. വെണ്ണ പോലെ അരച്ചെടുക്കാനോ പറഞ്ഞത്. നമുക്കിത് വെണ്ണ പോലെ അരച്ചെടുക്കാൻ കഴിയുമോ നോക്കാം. ഇതിലേക്ക് ഒരു തുള്ളി വെള്ളം കൂടി ചേർത്ത് നമുക്കിത് നല്ലോണം അരച്ചെടുക്കാം. അപ്പം നമ്മളെ മാമ്പഴ പുളിശ്ശേരി വേവിക്കാൻ മാമ്പഴ പുളിശ്ശേരിക്കുള്ള മാങ്ങ നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. 4 മാങ്ങ അടിച്ചിട്ടുള്ളൂ. അതിൽ ഞാൻ കുറച്ച് വെള്ളം മറന്നാണ്ട് വേവിക്കാൻ വെച്ചിട്ടോ. ഇവിടെ ഉമ്മാൻ്റെ തേങ്ങ വറുത്തരച്ച അതായത് മീൻകറി മാറ്റി വെച്ചിട്ടുണ്ട്. ഇതങ്ങോട്ട് മാറ്റി വെക്കാം. വേണമെങ്കിൽ ചൂട് തട്ടിക്കായിട്ട് വെക്കാം. അപ്പോൾ നമ്മളെ മാങ്ങ നല്ലോണം ഇവിടെ കിടന്ന് വേവട്ടെ. ഇതൊന്ന് അടച്ച് വെച്ച് നല്ലോണം വേവിക്കാം. വേഗം ഈ മാങ്ങ ഇട്ടിട്ട് എനിക്ക് തോന്നുന്നു വേഗം വേവും. ഇപ്പം വേവാൻ മാത്രം എന്താ ഉള്ളത് ഇതിൽ നിൽക്കറിയില്ല കേട്ടോ. നല്ല അടച്ച് വെച്ച് നല്ല വെന്ത് വരട്ടെ കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് അടുത്ത ഗ്യാസിൽ നമ്മളെ ശർക്കര ഉരുക്കാൻ വെക്കാം. നമ്മളെ മാങ്ങ അവിടെ നല്ലോണം വെന്ത് വന്നുള്ള ഇതിനെക്കുറിച്ച് എനിക്കൊരു ധാരണ കേട്ടോ. വെന്തണം തന്നെയാണ് എൻ്റെ ഒരു സംശയം. ഒരു 5 മിനിറ്റായി ഞാനിത് വെച്ചിട്ട് മൂടി വെച്ചിട്ട്. കാരണം ഞാനും ഇന്ന് ഇത് ഉണ്ടാക്കി വെക്കാത്തതുകൊണ്ട് ഇത് എങ്ങനെ ഇതിട്ട് വേവ് നോന്നും എനിക്ക് മനസ്സിലാവണില്ല. മിക്കവും ഇത് കുഴപ്പമില്ല, വെന്തെന്ന് തോന്നുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിന്. അത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. അയ്യോ, എൻ്റെ ക്യാമറയിലേക്ക് ഇതിൻ്റെ ഇത് അടിച്ചു കയറും. ഈ മാങ്ങ ഇങ്ങനെ വെന്ത് കഴിയുമ്പോൾ ഒരു സ്മെല്ലില്ലേ, നല്ല സ്മെല്ല്. ആദ്യമായിട്ട് ഈ സ്മെല്ല് അതായത് മണക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വെറൈറ്റി സ്മെല്ല്, മാങ്ങ വേവിച്ചുള്ള മണം. നമ്മൾ ശർക്കര ഇവിടെ ഞാൻ 2 ശർക്കര ഇട്ടെടുത്തു. അത് ഞാൻ ശർക്കര ഉരുക്കിയ വെള്ളം ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മളെ മാമ്പഴ നല്ല വേവുണ്ട്. സോറി നമ്മളിതിൽ ഉപ്പിട്ടിട്ടില്ല. നമുക്ക് ഇതിൽ ഉപ്പിടാൻ മറന്നുപോയി. അപ്പം നമുക്ക് ഇതിലേക്കൊരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. ഇത്രക്ക് തന്നെ ഉപ്പ് വേണ്ടിയുള്ളൂ തോന്നുന്നു കേട്ടോ, അറിയില്ല. ഒരു നുള്ളും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മളെ മാമ്പഴ പുളിശ്ശേരി
ഇതിങ്ങനെ ഭയങ്കര ഷോക്കാണല്ലോ. അങ്ങനെ ഫൈനലി നമ്മളെ മാങ്ങ ഞാൻ ഫുള്ളും പീല് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. കത്തി കൊണ്ടല്ല ഞാൻ ഇത് ഇങ്ങനെ തോലിങ്ങനെ ആക്കിയാൽ ഇതേപോലെ ആയി വരുന്ന തോലാണ് ഞാൻ അത് ആദ്യം ചെയ്തിട്ടുണ്ട്. അപ്പം എൻ്റെ കൈമലൊക്കെ ഉണ്ട്, കൈ കഴിക്കട്ടെ. അപ്പം ഇനി നമുക്ക് ശർക്കര ഉരുക്കാം. ശർക്കര ഞാനിവിടെ 4 മാങ്ങ എടുത്തത്, അതായത് 4 മാങ്ങ അതിക്ക് നമുക്ക് 2 ശർക്കര ചേർത്ത് ഇത് നമുക്ക് ഉരുക്കിയെടുക്കാം. പിന്നെ വേണ്ടത് തേങ്ങയാണ്. തേങ്ങ പൊട്ടിച്ച് അതിക്ക് ഒരു തേങ്ങ ഫുള്ള് എടുക്കുന്നുണ്ട് ഞാൻ. പിന്നെ ഇനിയിപ്പോൾ എൻ്റെ ഒരു സാധനം കണ്ടടേ, ഇത് മൂത്താപ്പ കൊണ്ടുവന്നതാണ്. മൂത്താപ്പ മീൻസ് ഇപ്പാൻ്റെ ഏട്ടന്. ഇത് തേനാണ്. തേൻ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ പുതിയതായിട്ട് പുതിയ മോഡൽ തേൻ. സാധാരണ നമ്മൾ കുപ്പിയിൽ ഒക്കെ കാണുന്നത്. ഇത് ഞാനിപ്പോൾ ആദ്യമായിട്ട് കാണാം ഞാനിത്. ഉണ്ടല്ലേ, ഇത് ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കണം എന്നാലും അതിൻ്റെ ടേസ്റ്റ് ഉള്ളൂ എന്നാണ് പറഞ്ഞത്. മറ്റേ നമ്മളെ ജോക്കി ഇല്ലേ, 2 രൂപൻ്റെ ജോക്കി അതിൻ്റെ ഒക്കെ ഒരു പോലെ. അപ്പം നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. എന്നിട്ട് നമുക്ക് നമ്മളെ മാമ്പഴ പുളിശ്ശേരി നമ്മൾ ഇതിൽ മാമ്പഴ പുളിശ്ശേരി നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, കമോൺ. തേങ്ങ ഇവിടെ നല്ലോണം അരച്ചിട്ടുണ്ട്. വെണ്ണ പോലെ അരിഞ്ഞിട്ടുണ്ട് തോന്നുന്നുണ്ട്, എനിക്കറിയില്ല കേട്ടോ. അത് മറ്റേ മാമ്പഴ പുളിശ്ശേരിക്കുള്ള തേങ്ങ അരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാങ്ങയിൽ നമ്മളെ വേവിക്കാൻ വെച്ച മാങ്ങയിലേക്ക് ചേർക്കാം കേട്ടോ. ഇതിത്തെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിക്ക് നമ്മളെ എൻ്റെ കൈ നമ്മളെ ശർക്കരപ്പാനി കൈ ശർക്കരപ്പാനി നമുക്ക് ഇതിക്ക് ഒഴിക്കാം. നല്ല സ്മെല്ല്. ശർക്കര. അങ്ങനെ നമ്മളെ ശർക്കരപ്പാനി ഇതിക്ക് ഒഴിച്ചിന്. ഇനി ഇതിൽ നിന്ന് നല്ല വഴറ്റി വരണമെന്നോ അങ്ങനെ എന്തോന്നാണ് അതിന് പറഞ്ഞത്. ഇനി നമുക്ക് ഒന്ന് ഫുൾ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കത്തിക്കാം. മധുരം അടിച്ച് കയറോ, ശർക്കര കൂടിയോ എന്താ ഒക്കെ ഒരു ഡൗട്ട് ഉണ്ട്. ആദ്യമായിട്ട് ഉണ്ടാക്കണോണ്ട് എന്താ അറിയൂല. നല്ലോണം തിളക്കട്ടെ. എന്നിട്ട് ഇത് തിളച്ചിട്ട് നമുക്ക് ഇതിക്ക് നമ്മൾ അരച്ച് വെച്ച അവിടെ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ഇതിക്ക് ചേർക്കണം. നല്ല തിളങ്ങി. കാണാൻ തന്നെ നല്ല രസം. ഇതിങ്ങനെ പൊന്തി വരുന്നത് കണ്ടിട്ട് അടി പിടിക്കൊന്നുമില്ലേക്കും. മധുരം ഏറിയോന്നൊരു ഡൗട്ട് എനിക്ക്. ഈ 4 തേങ്ങയ്ക്ക് 2 ശർക്കര മതി. വരണോടൊന്ന് പറഞ്ഞോട്ടോ. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കണോണ്ട് എന്താ ഞാൻ സത്യം പറഞ്ഞാൽ 2-3 അതൊക്കെ ഇതേപോലെ തന്നെയാണ്. ഞാൻ തിന്നുമ്പോ എന്താണാവോ. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ, ഇങ്ങനെ പൊന്തി വരുന്നത് കാണാൻ. ഇത് പൊതുവേ നമ്മൾ മൺചട്ടിയിലാണ് ഉണ്ടാക്കുക. അതാണ് അതിൻ്റെ ഒരു ട്രഡീഷണൽ ഒരു സംഭവം, മൺചട്ടിയിൽ ഉണ്ടാക്കുന്നത്. നമ്മൾ മൺചട്ടി ഒന്നും ഇല്ല, അതുപോലെ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ ഒരു ഇതിലാണ് ഉണ്ടാക്കുന്നത്. ഇതിക്ക് ഒരു നെയ്യ് നമ്മൾ പറയണത് നമ്മൾ മറന്നുപോയി. അപ്പം നമുക്ക് ഇതിക്ക് നെയ്യ് എവിടെ, 1 സ്പൂണ് നെയ്യ് നമുക്ക് ഇതിക്ക് ചേർത്ത് കൊടുക്കാം. എൻ്റെ സ്പൂണ് കുറച്ച് കുറഞ്ഞു, ചെറിയ കുഞ്ഞ് സ്പൂണാണ് കേട്ടോ. ഒരു ഇത്തിരി കൂടി നെയ്യ് ഒഴിച്ചെടുത്തിന്. നെയ്യ് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഭയങ്കര സ്മെല്ല്. നമ്മൾ മാമ്പഴ പുളിശ്ശേരി പ്ലസ് വെള്ളം കയറിപ്പോയോ ഇല്ലല്ലോ. മാമ്പഴ പുളിശ്ശേരി അങ്ങനെ നമ്മളെ തേങ്ങ പാർന്നിന്. 4 തേങ്ങയ്ക്ക് ഇത്ര വെള്ളം ഒഴിച്ചിന്. ഇത് എന്താവും എന്നൊന്നും അറിയൂല. ഇനി നമുക്ക് ഇതിക്ക് കടുക് പൊട്ടിച്ച് പാരാം. എൻ്റെ മാമ്പഴ പുളിശ്ശേരി ആശിച്ച് നോറ്റുണ്ടാക്കണം. മാമ്പഴ പുളിശ്ശേരി എന്താവും എന്തോ. ഇതാണ് നമ്മളെ കറിവേപ്പിൻ്റെ ഇല. ഇപ്പം മണ്ടി വരും ഉമ്മ. കറിവേപ്പി ഇതിമ്മൽ തൊട്ടാൽ ഉമ്മ മണ്ടി വരും. ആകെ 2 ഇല്ല മതി കേട്ടോ. അതോ ചാടിപ്പോയി. നെയ്യിങ്ങനെ പറഞ്ഞപ്പോൾ ഇങ്ങനെ വയണ്ട് വരുന്നുണ്ട്. നെയ്യ് പറഞ്ഞപ്പോൾ നല്ല സ്മെല്ല്. ഉണ്ടാക്കുന്നത് ഡെസേർട്ടാണോ അത് മാമ്പഴ പുളിശ്ശേരി എന്തെങ്കിലും ഇല്ലേ? ഇങ്ങനെ എന്തെങ്കിലും മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കൽ. ഞാൻ ആ വീഡിയോയിൽ കണ്ട എക്സാക്റ്റ്ലി ആ മോഡൽ തന്നെ ഉണ്ടാക്കുന്നത്. നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഇതിക്ക് നമ്മളെ തേങ്ങ ഒഴിക്കാം. ഇത് അപ്പം അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇല്ലേ, ഇത് ഡെസേർട്ടൊന്നും ഇല്ല. ഇപ്പം മധുരം ഓവറാണോ എനിക്കൊരു ഡൗട്ട് ഇല്ലായികയില്ല. ഇനി നമുക്ക് ഇതിക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങ അതവിടെ അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം.
അങ്ങനെ നമ്മളെ മാമ്പഴ പുളിശ്ശേരിക്കുള്ള കറിവേപ്പിൻ്റെ നമ്മളെടുക്കണം. അയ്യോ എൻ്റെ മാമ്പഴ പുളിശ്ശേരി, അയ്യോ അമ്മേ തിളച്ചിങ്ങനെ, അയ്യോ ഒപ്പം കേട്ടോ എന്താ എന്തോ. ഇതാ നമ്മളെ ഐറ്റംസുകളെ കടുക് വറുക്കാൻ പോവാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വെളിച്ചെണ്ണ എണ്ണ ഒന്നും എടുക്കാൻ പാടില്ല. നമ്മൾ നെയ്യിലാണ് വറുക്കേണ്ടത്. അതാണ് ആ വീഡിയോയിൽ പറഞ്ഞത് കേട്ടോ. ഞാനിവിടെ നെയ്യിലാണ് വറുക്കുന്നത്. ഇത്ര നെയ്യ് പോരെ, ഇല്ല. ഓക്കെ, നെയ്യ് കുറച്ചിടാം. ഇനി എവിടെ നമ്മുടെ കടുക് എവിടെ അവിടെ ഉണ്ട് കടുകുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ എന്താണ് ഉണക്കമുളക് വേണം. ഉണക്കമുളക് എവിടെ? ഇവിടെ ഉള്ളിലാണ് ഉണക്കമുളക്. 2 ഉണക്കമുളക് എടുക്കാം. ഇത് എടുത്തപ്പോഴത്തേനും തുടങ്ങി ഇതേപോലെ പൂട്ടി വെച്ചാണ്ടി അവിടെ വെക്കണം, ഇവിടെ വെക്കണം. ഇതാ നമ്മൾ 2 ഉണക്കം, ഒരു 3 എടുക്കുക, ഒരു ആർഭാടനത്തിന്. ഓക്കെ, എണ്ണ ഇതാക്കിയാണ് നമുക്ക് നമ്മളെ കടുക് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇതാ നമ്മളെ എണ്ണ അല്ല, നമ്മളെ നെയ്യ്. ഇനി നമുക്ക് ഇതിക്ക് കുറച്ച് ഇത്ര മതി. ഇതാ അയ്യോ ചട്ടി ചെരിഞ്ഞു വന്നു. കടുക് പൊട്ടട്ടെ. നമ്മുടെ നെയ്യ് ഒരു തുരുകൂടി പറയട്ടെ കേട്ടോ. അത്ര മതി. ഇമ്മന്നപ്പോൾ ഇവിടെ നിന്ന് ആട്ടും. അങ്ങനെ ഇതാ നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പായ നമ്മുടെ എന്താണ് ഓക്കെ കടുക് വറക്കലോ അങ്ങനെ എന്തോ സംഭവമല്ലേ, പേര് മറന്നുപോയി. അത് നമുക്ക് ഇതിക്ക് ചേർക്കാം. അങ്ങനെ ഇതാ നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പായ കടുക് വറ നമ്മൾ ഇതിക്കിടാൻ പോവാണ്. കുറച്ച് ഇതിക്കെത്തിയിട്ട് കയറി നമ്മുടെ മുളകിൻ്റെ കുത്തല്. അങ്ങനെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഗൈസ് റെഡിയായി. നല്ല കുറുകി വന്നു ഈ മാമ്പഴ പുളിശ്ശേരി. അമ്മേ ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കാം, അതാണ് എനിക്കൊരു പേടി. ഫൈനലി നമ്മളെ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഗൈസ് നമുക്ക് കുറച്ച് മാമ്പഴ പുളിശ്ശേരിയും ചോറും കൂടിയും കഴിച്ചൊക്കെ എങ്ങനെയാണെന്ന്. അയ്യോ അപ്പോൾ നമുക്ക് നമ്മളെ മാമ്പഴ പുളിശ്ശേരി കുറച്ച് കഴിച്ചു നോക്കാം, എങ്ങനെ ഉണ്ടാവും എന്നറിയൂല. ഇത് എങ്ങനെയാണെന്നറിയില്ല, ഉണ്ടാക്കാൻ എങ്ങനെയാണെന്നറിയില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ മാങ്ങക്കൊക്കെ സത്യം പറയാം ഗൈസ്, ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയല്ല, സൂപ്പർ. ഞാൻ ആദ്യമായിട്ട് ഇത് കഴിച്ചു നോക്കണത് എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് കഴിച്ചു നോക്കണത്. ഇത് ഈ മാമ്പഴ പുളിശ്ശേരി സദ്യയിലും ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഞാൻ ആകെ സദ്യ കഴിക്കുന്നത് ഓണത്തിനാണ്. ഓണത്തിനും എനിക്ക് മാമ്പഴ പുളിശ്ശേരി കിട്ടിയിട്ടില്ല, പക്ഷെ എത്ര ടേസ്റ്റ് ഉണ്ട് അതിനതിന്. മാമ്പഴ പുളിശ്ശേരി എന്ന് പറയണ ആ ഹൈപ്പിനുള്ള സാധനം ഉണ്ടത്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാനത് ഫുൾ കഴിക്കട്ടെ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കണം. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ മാങ്ങൻ്റെ സീസണാണല്ലോ വരാൻ പോണത്, മഴക്കാലത്തല്ലേ. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അത് സിമ്പിളാണ് ഉണ്ടാക്കാനും. ആണോ? ചൂടാട്ടോ ചോറ്. ചൂടുണ്ടോ? എങ്ങനെയുണ്ട്? സൂപ്പറാ? രസമുണ്ടോ? ഇഷ്ടമായോ? ചൂടാണ്. അപ്പം സോയ്ക്കും ഇഷ്ടമാണ്.
അയ്യോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി വെക്കാം. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സീ യു.